സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഇപ്പോഴും വിചാരിക്കുന്നത് അദ്ദേഹം ഒരു നടനാണ്. ആ നടന് സംസാരിക്കുന്ന നടനൊരു സ്വകാര്യതയുണ്ട്, നടനെ സംസാരിക്കാനുള്ള അപ്പോയിൻമെൻറ്റ് എടുക്കണം. അങ്ങനെയാണോ അങ്ങ് കരുതുന്നത്? അതോ സുരേഷ് ഗോപിക്ക് പിണക്കമാണോ? എല്ലാവരും അദ്ദേഹത്തോട് വളരെ മോശമായി പെരുമാറിയെന്നാണോ? ഇത് എന്തു തന്നെയായാലും സുരേഷ് ഗോപി എന്ന് പറഞ്ഞ MP, സുരേഷ് ഗോപി എന്ന് പറയുന്ന പൊതുപ്രവർത്തകന് ജനങ്ങളോട് സംസാരിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം ഓർമ്മിപ്പിക്കുകയാണ് മാധ്യമങ്ങൾ ചെയ്തത്. മാധ്യമങ്ങൾക്കുള്ള പുലഭ്യവിളി ഇനിയും തുടർന്നോളൂ. ഇന്ന് BJPയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് വളരെ രസകരമായി സുരേഷ് ഗോപിക്ക് വേണ്ടി സംസാരിച്ചു. ഏറ്റവും അവസാനം ഒരു ഗോൾ അടിച്ചു. സുരേഷ് ഗോപി കള്ളവോട്ട് ചെയ്തെന്നാണല്ലോ പറയുന്നത്. ഈ 70,000 വോട്ടും സുരേഷ് ഗോപി കള്ളവോട്ട് ചെയ്തതാണോ എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ 99 ചെയ്തു എന്നാണോ എന്ന് പറഞ്ഞെന്നറിയില്ല. അപ്പോൾ സുരേഷ് ഗോപിക്ക് വേണ്ടി ഇറങ്ങി കളിക്കുന്ന ആളുകൾ ആരാണ്? അവർ പറയുന്നത് എന്താണ്? ഇത് കാണുമ്പോഴെങ്കിലും തനിക്ക് പറയാനുള്ള കാര്യം ഒരു 4 വരി ഒരു കടലാസിൽ എഴുതി എവിടെയെങ്കിലും ഒന്ന് പ്രസിദ്ധീകരിക്കണ്ടേ? ഒരു ഫേസ്ബുക്ക് പോസ്റ്റെങ്കിലും ഇട്ടാൽ മതി. ശ്രീ സുരേഷ് ഗോപി, താങ്കളുടെ പ്രതികരണം ജനങ്ങൾ ആഗ്രഹിക്കുന്നു, ജനങ്ങൾ കാത്തിരിക്കുന്നു. എന്ത് ചെയ്യാൻ പറ്റും? ജനാധിപത്യം അങ്ങനെയാണ്, ജനാധിപത്യത്തിൻ്റെ രീതി അങ്ങനെയാണ്. തൃശ്ശൂർ എടുക്കാനിങ്ങി വന്നപ്പോൾ താങ്കൾ എല്ലാവരോടും എല്ലാ സ്ഥലങ്ങളിലും കയറി ഇറങ്ങുകയും വോട്ടഭ്യർത്ഥിക്കുകയും ചെയ്തില്ലേ? എപ്പോഴും സംഭാഷണം 2 വേ ആണ്. താങ്കൾക്ക് പറയാനുള്ളത് പറയും, തിരിച്ച് മറുപടി ഉണ്ടാവും. അവിടെയാണ് മാധ്യമങ്ങളുടെ പ്രസക്തി. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? ഈ പുതിയ കാലത്ത് മാധ്യമങ്ങൾ എന്ന് പറയുന്നത് തിരിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന ഏത് സംവിധാനത്തോടും രാഷ്ട്രീയ പ്രവർത്തകർക്കും രാഷ്ട്രീയ നേതാക്കൾക്കും പ്രധാനപ്പെട്ട എല്ലാവർക്കും വെറുപ്പാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനം മൻ കി ബാത്താണ്. വൺ വേ കമ്മ്യൂണിക്കേഷൻ, റേഡിയോ.